അപ്പോൾ ദാ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എക്സാമിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ദാ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ഒരിക്കലും പോവുകയത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് 10 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ, പഠിക്കാനായിട്ട് 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ വാട്ട് ഈസ് ഇ വേസ്റ്റ്, അതേപോലെ തന്നെ 4 ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. ക്ലാസ് എടുക്കുന്ന സമയത്തും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഒക്കെ മിസ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് നമുക്കറിയാം ഏതൊക്കെയാണ് മക്കളെ. റീയൂസ് അല്ലേ, റീയൂസ്, അതേപോലെ തന്നെ റീസൈക്കിൾ, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിങ്. ഈ 4 ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വേസ്റ്റ്? ഇലക്ട്രോണിക് വേസ്റ്റിനെയാണ് നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, നിയറിംഗ് എൻഡ് ഓഫ് ദിയർ യൂസ്ഫുൾ ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെയാണ്? പ്രോസസ് മാനേജ്മെന്റ് ഉണ്ട്, ഫയൽ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉറപ്പായിട്ടും ഈ 4 ഫങ്ഷൻസ് പഠിച്ചിരിക്കണം. ഇവിടെ ഏതെങ്കിലും 2 എണ്ണമാണ് ചോദിച്ചത്, പക്ഷേ 2 എണ്ണം തന്നെ ആയിരിക്കണമെന്നില്ല, നമുക്ക് പഠിക്കാൻ 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെയിനായിട്ട് അൽഗോരിതംസും ഫ്ലോ ചാർട്ടും ഒക്കെ ആണുള്ളത് അല്ലേ. അപ്പോൾ അൽഗോരിതം എഴുതാനും ഫ്ലോ ചാർട്ട് വരക്കാനും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് എണ്ണം പഠിക്കാനുണ്ട്, അതൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് പോവാം. നമ്മൾ മാരത്തോണിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇവിടെ നമുക്ക് ഒരു 5 എണ്ണേ പറയുന്നുള്ളൂ, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുൾ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മുടെ മാരത്തോണിൽ പറയുന്നുണ്ടാവും. ഇന്ന് ഫുൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും, നാളെ നമ്മൾ കറക്റ്റ് 7:30 തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഫേസസ്, അതെല്ലാം പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിങ്, ട്രാൻസ്ലേഷൻ, ഡീബഗിങ്, ഈ ഫേസസ് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എറേഴ്സ്, 2 ടൈപ്പ് എറേഴ്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പഠിക്കണം. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടോക്കൺ എന്താണ്, അതേപോലെ 4 ടൈപ്സ് ഓഫ് ടോക്കൺസ് ഏതൊക്കെയാണ്. നമ്മളൊരു കോഡ് വെച്ചൊക്കെ പഠിച്ചതാണ്. പൊളിക്ക് അല്ലേ, പൊളിക്ക് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അപ്പോൾ കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ടോക്കൺസ് എന്ന് പറയുന്നത്. പിന്നെ അതാ മക്കളെ 5ാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് കൺവേർഷൻ മെത്തേഡ്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് മോഡിഫയേഴ്സും അതേപോലെ തന്നെ ടൈപ്പ് കൺവേർഷനും. ടൈപ്പ് കൺവേർഷൻ 2 എണ്ണാണുള്ളത്. നമുക്കറിയാം ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും ഉണ്ട്. ഓക്കെ, ഇംപ്ലിസിറ്റിനെ നമ്മൾ ടൈപ്പ് പ്രൊമോഷൻ എന്നും കൂടി പറയും, എക്സ്പ്ലിസിറ്റിനെ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്നും കൂടി പറയും. ഓക്കെ, അതുപോലെ ടൈപ്പ് മോഡിഫയേഴ്സ് ആണെങ്കിൽ സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്, ഇതൊക്കെ ടൈപ്പ് ഓഫ് മോഡിഫയേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. ബാക്കി ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മക്കൾ മറക്കാതെ 7:30 തന്നെ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങണം.